ഫ്രണ്ട്സ്, ഒരാളുടെ ലൈഫിനെ രൂപീകരിക്കുന്നത് എന്താണ്? അത് തീർച്ചയായിട്ടും അയാൾ ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ്, അല്ലേ? ചില ഹാബിറ്റ്സൊക്കെ നമ്മുടെ ലൈഫിൽ ഹൈലി എഫക്റ്റീവ് ആയിരിക്കും, എന്നാൽ മറ്റ് ചില ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക? നമ്മളിലുള്ള ചില മോശം ഹാബിറ്റ്സിനെ ഇല്ലാതാക്കണം, കുറേ നല്ല ഹാബിറ്റ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരണം, അല്ലേ? ബട്ട് ഒരു നല്ല ഹാബിറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഒരു മോശം ഹാബിറ്റ് നമ്മളിൽ നിന്ന് ഇല്ലാതാക്കണമെങ്കിലും ഈ ഒരു ഹാബിറ്റ് ഫോർമേഷൻ്റെ ഈ ഒരു 3 ഫേസസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സോ ഏതൊക്കെയാണ് ഈ ഒരു 3 ഫേസസ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഹണിമൂൺ ഫേസ്. ഈ ഒരു ഫേസ് സ്റ്റാർട്ട് ആവുക എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് മോട്ടിവേറ്റ് ആയിട്ട് മാറുമ്പോഴാണ്. അതായത് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിനുശേഷം വരുന്ന ഫസ്റ്റ് 3 ദിവസം എന്നുള്ളത് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. അതായത് എന്തും ചെയ്യാനുള്ള ഒരു കരുത്തുറ്റ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹണിമൂൺ പീരീഡ് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ 3-4 ദിവസം, മാക്സിമം പോയാൽ 7 ദിവസം. അതിനുശേഷം നിങ്ങളുടെ മോട്ടിവേഷൻ ലെവല് കുറയാൻ തുടങ്ങും. സോ ഇവിടെ മുതലാണ് സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള സ്ട്രഗിൾ ഫേസ് സ്റ്റാർട്ടാകുന്നത്. സോ ഇവിടെ നിങ്ങളുടെ തോട്ട്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അതായത് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന നിങ്ങൾ പിന്നീട് വിചാരിക്കും ഇതൊക്കെ ഇത്രയേറെ ബുദ്ധിമുട്ടായിരുന്നോ എന്ന്. സോ പതുക്കെ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് വിചാരിച്ച ഹാബിറ്റ്സിനെയൊക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. സോ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം രൂപപ്പെടും. സോ ഇവിടെ മുതലാണ് ആളുകൾ അവർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളെയൊക്കെ ഗീവ് അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. സോ ഇവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ 2-3 സ്ട്രഗിൾ ഫേസസിനെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ഫേസസിനെ ഓവർകം ചെയ്യാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു 4 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്പർ 1, റിച്വലൈസ്. മെജോറിറ്റി ആളുകൾക്കും വീക്കെൻഡ്സ് ആയിരിക്കും ഒരാഴ്ചയിൽ അവരുടെ ഏറ്റവും നല്ലൊരു ദിവസം എന്നുള്ളത്. ബട്ട് നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു വേർസ്റ്റ് ഡേ ആയിരിക്കും ഈ ഒരു വീക്കെൻഡ്സ് എന്നുള്ളത്. കാരണം 5-6 ദിവസമൊക്കെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഫോളോ ചെയ്തു വന്ന ചില ഹാബിറ്റ്സ് വീക്കെൻഡ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വീക്കെൻഡ് അല്ലേ, ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഒരു ദിവസം ആ ഒരു ഹാബിറ്റ്സൊക്കെ നിങ്ങൾ ചെയ്യാതെ പോകും. സോ ഇവിടെ മുതൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആകും, നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആയിട്ട് മാറും. സോ നിങ്ങളിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ ഹാബിറ്റ്സൊക്കെ ഒരു ദിവസം പോലും വിടാതെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്പർ 2, റെക്കഗ്നിഷൻ. രാവിലെ നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിക്കും, ബട്ട് പുറത്ത് നല്ല മഴയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നല്ല മഴയാണ്, ഈ ഒരു മഴയത്ത് എണീറ്റ് ഇപ്പോൾ സൈക്ലിങ്ങിനൊക്കെ പോകണോ എന്ന്. സോ ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഫേസിലാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളിപ്പോൾ ഉള്ളത് സ്ട്രഗിൾ ഫേസിലാണ്. സോ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ ഒരു സ്ട്രഗിൾ ഫേസിനോട് ഫൈറ്റ് ചെയ്യണം. അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയും എത്തില്ല. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയായിരിക്കും ലൈഫ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഓർമ്മിപ്പിക്കുക. ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ വിജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി വരുന്ന സ്ട്രഗിൾ ഫേസസിനെയൊക്കെ നിങ്ങൾ ഈ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മൊമെൻറ്റത്തിലൂടെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഗീവ് അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്പർ 3, ആസ്ക് 2 questions to yourself. ഈ ഒരു സ്ട്രഗിൾ ഫേസിൽ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. അതിലൊന്നാമതായിട്ട് ഈ ഒരു സ്ട്രഗിൾ ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഫീൽ? രണ്ടാമതായിട്ട് ഈ ഒരു സ്ട്രഗിൾ എനിക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എന്തായിരിക്കും എൻ്റെ ലൈഫിൽ സംഭവിക്കുക? ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫോക്കസിനെ സ്ട്രഗിൾസിൽ നിന്ന് ഇമോഷൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഇതിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് കുറയുകയും ഒരു ഹോപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. അതായത് ഇത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവൂ എന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. സോ ഇതിലൂടെ വളരെ മോട്ടിവേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സാധിക്കും. നമ്പർ 4, ലൈഫ് പ്രൊജക്ഷൻ. ഇനിയുള്ള 5 വർഷം ഒരു ചേഞ്ചും കൊണ്ടുവരാതെ ലൈഫ് ഇതേ സ്ട്രഗിളിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചോദിച്ച് നോക്കുക. അതായത് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, നല്ല ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ വേഴ്സ്റ്റായിട്ട് മാറും, അല്ലേ?
സോ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൽഫിനെ നമ്മളായിട്ട് തന്നെ സ്വയം പുഷ് ചെയ്യണം. നമ്മളുടെ ടെമ്പററി ഹാപ്പിനെസ്സിനെ നമ്മൾ മാറ്റിവെക്കണം. സോ ഇങ്ങനെയുള്ള തോട്ട്സ് നിരന്തരമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രഗിൾസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇനി ഫൈനൽ ഫേസ് ആണ് ദ സെക്കൻഡ് നേച്ചർ. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഹാബിറ്റ്സിനെ നിങ്ങളുടെ സെക്കൻഡ് നേച്ചറാക്കി മാറ്റണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ബട്ട് ഇതിന് തടസ്സമായിട്ട് 3 മോൺസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട്. ഈ മോൺസ്റ്റേഴ്സിനെ നിങ്ങൾ ഓവർകം ചെയ്യണം. അതിലെ ഫസ്റ്റ് മോൺസ്റ്റർ ആണ് ഡിസ്കറേജ്മെൻറ്റ് മോൺസ്റ്റർ. ചില സമയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര എഫേർട്ട് കൊടുത്താലും അതിനുവേണ്ട റിസൾട്ട് നമുക്ക് ലഭിക്കണമെന്നില്ല. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബട്ട് എത്ര ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ല. സോ ഈ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് വളരെ നിരാശപ്പെട്ടു പോകും. പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ലഭിക്കില്ല, അല്ലേ? ഇതാണ് ഡിസ്കറേജ്മെൻറ്റ് മോൺസ്റ്റർ. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നിങ്ങളിലേക്ക് വരുന്ന ചെറിയ മാറ്റങ്ങളെ പോലും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കില്ല. ഒരു ഹാബിറ്റിനെ ഗീവ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. പ്രോഗ്രസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ റിസൾട്ട്. ഈ ഒരു കാര്യമാണ് ഓരോ സ്പോർട്സ് പേഴ്സണും അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ആദ്യത്തെ ഒരാഴ്ച വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 1 കിലോ പോലും കുറഞ്ഞെന്ന് വരില്ല. ബട്ട് നിങ്ങൾ നെക്സ്റ്റ് 2 വീക്ക് കൺസിസ്റ്റൻ്റ്ലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 2 മുതൽ 3 കിലോ വരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും പ്രോഗ്രസിൻ്റെ നാച്ചർ എന്നുള്ളത് ഇതുപോലെ ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വലിയ പ്രോഗ്രസ് ഒന്നും കാണാൻ സാധിക്കില്ല. ബട്ട് നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ചേഞ്ച് നമ്മളിൽ കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മോൺസ്റ്ററാണ് സഡക്ഷൻ ഓഫ് സക്സസ്. നിങ്ങളിപ്പോൾ ഒരു ഹാബിറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കി. എക്സാമ്പിളായിട്ട് നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ 5 കിലോ കുറച്ചെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളിൽ ഫീൽ ചെയ്യും, അല്ലേ? സോ നിങ്ങൾ അങ്ങനെ ആ ഒരു ഗോളൊക്കെ അച്ചീവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം പാർട്ടിക്കൊക്കെ പോവുകയാണ്. അവിടെ പോയപ്പോൾ അവിടെ മുഴുവനായിട്ടുമുള്ളത് ജങ്ക് ഫുഡായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓക്കെ, ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്തു, ഞാനിപ്പോൾ മുഴുവനായിട്ടും ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ജങ്ക് ഫുഡ് കഴിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത ആ ഒരു ബൗണ്ടറി നിങ്ങൾ തന്നെ സ്വയം ബ്രേക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ദിവസം ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മളുടെ ആ ഒരു എക്സ്ക്യൂസ് എന്നുള്ളത് പിന്നീട് ഒരുപാട് എക്സ്ക്യൂസുകളായിട്ട് മാറും. പതുക്കെ നമ്മൾ ആ ഒരു പുതിയ ശീലങ്ങളൊക്കെ വിട്ട് പഴയതുപോലെ തന്നെ ആയിട്ടും മാറും. ഒരു പ്രാവശ്യം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം നമുക്ക് എപ്പോഴും അച്ചീവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചേഞ്ച് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. മൂന്നാമത്തെ മോൺസ്റ്ററാണ് ഡിസ്റപ്ഷൻ. ഇത് നിങ്ങളിലേക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ എന്ന് വരില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വെക്കേഷന് വേണ്ടി പോവുമായിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്റപ്ഷൻ വളരെ ഡേഞ്ചറാണ്. അതായത് നിങ്ങളുടെ പുതിയ ഹാബിറ്റ്സിനെ ഇത് എന്നേക്കുമായി ഇല്ലാതാക്കും. അത് നിങ്ങളെ പഴയ സ്ട്രഗിൾ ഫേസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. സോ ഇങ്ങനെയുള്ള ഡിസ്റപ്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഡെയിലി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് പെട്ടെന്ന് അവിടെ ഒരു ഡിസ്റപ്ഷൻ ഗ്യാപ്പ് സംഭവിച്ചു. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു വെക്കേഷന് വേണ്ടി പോയിട്ടുണ്ടായിരിക്കും. സോ തിരിച്ചു വന്ന നിങ്ങൾ വീണ്ടും അതേ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. മാക്സിമം നിങ്ങൾ കുറഞ്ഞ സമയം മാത്രം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. നേരെ മറിച്ച് നിങ്ങളവിടെ ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ അത് നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു 3 മോൺസ്റ്റേഴ്സിനെയും ഓവർകം ചെയ്ത് ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സെക്കൻഡ് നേച്ചറായിട്ട് മാറും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.